ഹായ്. എനിക്ക് സുഖമില്ലാത്ത സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളുണ്ട്. ആരാണ് എൻ്റെ കൂട്ടുകാർക്ക് കാണണ്ടേ? കാണിക്കാം. ഞാൻ ആ ആളെ എന്താ പറയുന്നത്, മൊബൈലിനകത്താണ് കൺട്രോൾ ചെയ്യുന്നത്. മൊബൈലിനകത്ത് ഞാൻ ഓൺ ചെയ്താൽ ഓൺ ആവും, ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ആവും. എല്ലാ കൺട്രോളും മൊബൈലിനകത്താണ് കേട്ടോ. എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൊബൈലിനകത്ത് തന്നെ അതിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. അപ്പോൾ എനിക്ക് നല്ല തലവേദന, ഞാൻ പറഞ്ഞില്ലേ രാവിലെ വയ്യാഴിക ഉള്ളത് കൊണ്ട് എനിക്ക് ഇന്ന് വീടിനകം തുടയ്ക്കാനെ കൊണ്ട് വയ്യാത്തത് കൊണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി, ഇന്ന് എൻ്റെ ഫ്രണ്ടിനെ വിടാമെന്ന് വിചാരിച്ച് ഒന്ന് തുടച്ചിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഫ്രണ്ടിനെ എൻ്റെ കൂട്ടുകാർക്ക് കാണണ്ടേ? അപ്പോൾ എൻ്റെ കൂട്ടുകാരെ കാണിക്കാം. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം എന്താണെന്നുള്ളത് എൻ്റെ കൂട്ടുകാർ കണ്ടു നോക്കൂ. അപ്പോൾ ഇതാണ് എൻ്റെ റോബോട്ട്. അതിനെ ഞാൻ ചാർജിന് വെച്ചേക്കുവാണ്. ഇത് ആക്ച്വലി ഒരു 100% ചാർജ് ആയിക്കഴിഞ്ഞാൽ എനിക്ക് വീട് ഫുള്ള് തുടയ്ക്കാനെ കൊണ്ടുള്ള ചാർജ് ഉണ്ടാവും. കുറവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫുള്ള് തുടയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ 100% ചാർജ് ആയി കഴിഞ്ഞിട്ട് തുടയ്ക്കാൻ വിടത്തുള്ളൂ. അതിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഡസ്റ്റ്ബിന്നുണ്ട്. അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് തുടയ്ക്കാൻ പറ്റുന്ന രീതി ചെറിയൊരു ടാങ്ക് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇത് സംഭവം. ഇത് വന്നിട്ട് ഡസ്റ്റ്ബിന്ന്, ഈ പൊടിയെല്ലാം അതിനകത്ത് സ്റ്റോർ ആവും. അത് കഴിഞ്ഞിട്ട് ഇത് വന്നിട്ട് ഒരു ടാങ്കാണ് കേട്ടോ. ഇതിൻ്റെ പുറകിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തുടയ്ക്കാനുള്ള തുണിയുണ്ട്. അപ്പോൾ അത് നിങ്ങളെ ഞാൻ ഒന്നുകൂടെ കാണിച്ചതേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഈ ടാങ്കിൻ്റെ ഉള്ളിൽ വെള്ളം നിറയ്ക്കാൻ അതുപോലൊരു ഗ്യാപ്പുണ്ട്. അത് നമ്മളാണെന്നുണ്ടെങ്കിൽ ആ ക്യാപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ വെള്ളം നിറച്ച് കൊടുക്കണം. ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളം കൊള്ളാനുള്ള അത്ര വലിപ്പമുള്ള ടാങ്കിന് കേട്ടോ. അത്രയും വെള്ളം അതിനകത്ത് കൊള്ളത്തുള്ളൂ. അത്രയും വെള്ളത്തിൽ നമ്മൾ ഇതിനകം തുടച്ചെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളം മതി. അപ്പോൾ ഞാൻ അതിനകത്ത് ഡസ്റ്റ്ബിന്നൊക്കെ വെച്ച് വെള്ളമൊക്കെ ഒഴിച്ച് എല്ലാം സെറ്റാക്കി ഫിക്സ് ചെയ്തു. ഉണ്ടല്ലോ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നമുക്കതെങ്ങനെ അവിടുന്ന് പോയിട്ട് അതിനെ തൂത്ത് തുടച്ച് വരുന്നതെന്ന് നോക്കിയാലോ. ഞാനൊരു വീഡിയോ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഇത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് നാൾ മുമ്പ് ഇത് മേടിച്ച സമയത്ത് ഇതിനെപ്പറ്റി ഷെയർ ചെയ്തായിരുന്നു. പക്ഷേങ്കിൽ നമ്മൾ ഈ കയ്യിൽ തുടയ്ക്കുന്ന അത്രത്തോളം ക്ലീനിങ്ങോ അല്ലെങ്കിൽ അത്രത്തോളം ഇതൊന്നും ഫിനിഷിങ്ങോ ഒന്നും ഇതിനകത്ത് ഉണ്ടാവത്തില്ല കേട്ടോ. അത് ഞാൻ 100% പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈകൊണ്ട് തുടയ്ക്കുന്നത് നമ്മൾ മൂലം വൃത്തിയാക്കുന്നത് പോലെ അത്ര നീറ്റായിട്ടൊന്നും ഇത് വൃത്തിയാകത്തില്ല. പക്ഷേ നമുക്ക് ഇങ്ങനത്തെ ഒരു വയ്യാഴികയൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് പോയി തുടയ്ക്കാനൊക്കെ അല്ലെങ്കിൽ തൂക്കാനൊക്കെ സമയം കിട്ടാത്ത സമയത്തൊക്കെ ഇത് നന്നായിട്ട് ഉപകാരപ്പെടുന്നൊരു സംഭവം. അപ്പോൾ ഇത് കണ്ടിട്ടില്ലാത്ത എൻ്റെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ട് ഞാൻ ഷെയർ ചെയ്തു. കാരണം വെച്ചാൽ ഇത് ഞാൻ ആൾറെഡി വാങ്ങിച്ച സമയത്ത് ഇത് കാണിച്ചായിരുന്നു, പക്ഷേ എല്ലാവരും കണ്ടു കാണത്തില്ലല്ലോ. അപ്പോൾ ഞാൻ വെച്ചാൽ എനിക്കിന്നിപ്പം വയ്യ. അപ്പോൾ ഞാൻ ചെന്നാൽ ശരി ഇതിനെ തുടയ്ക്കാൻ വിടാമെന്ന് വിചാരിച്ച് നിന്നപ്പോഴാണ് ശരി എന്നാൽ വെറുതെ എൻ്റെ കൂട്ടുകാർക്കൊരു വീഡിയോ ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്കിതിനെ ഓപ്പറേറ്റ് ചെയ്തിട്ട് അയച്ചാലോ. ഇതിനകത്ത് മൊബൈലിനകത്താണ് ഇതിൻ്റെ കൺട്രോൾ ഫുള്ളുള്ളത് കേട്ടോ. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ആൾറെഡി. ഓൺ ഓഫ് അല്ല ഇതിനകത്ത് തന്നെയാണ്. പക്ഷേ വൈഫൈ കണക്ഷൻ വേണമെന്നേ ഉള്ളൂ. വൈഫൈ കണക്ഷൻ ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ കൊണ്ട് ബുദ്ധിമുട്ടാണ്. നെറ്റ് കണക്ഷൻ എന്തായാലും വേണം. അപ്പോൾ ഞാനിതിനകത്ത് വൈഫൈ ആയതുകൊണ്ട് അങ്ങ് വൈഫൈ എന്ന് പറഞ്ഞതേ ഉള്ളൂ. നെറ്റ് കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാർ കണ്ടു നോക്കാം അതെങ്ങനെ അത് ക്ലീൻ ചെയ്യുന്നതെന്നുള്ളത്. നമ്മളത് ഓൺ ചെയ്ത് കഴിയുമ്പം ഒരു സൗണ്ട് വരും. അത് കഴിഞ്ഞിട്ട് ഒരു 2 സെക്കൻഡ്, ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് ആ ചാർജറിൽ നിന്ന് അത് വെളിയിലോട്ട് വരത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു പക്ഷേ ചാർജ് തീരാറായെങ്കിൽ അത് തന്നെത്താൻ തന്നെ തിരിച്ച് ഈ ചാർജറിൽ വന്നിരിക്കും കേട്ടോ. തന്നെത്താൻ വന്നിരുന്നിട്ട് അത് തന്നെത്താനെ ചാർജ് ആവും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചാർജ് ചെയ്യാൻ വിടുകയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ പോയിട്ട് ചാർജ് ചെയ്യും. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഡസ്റ്റ്ബിന്നും ഇതെല്ലാം എടുത്ത് ക്ലീൻ ചെയ്യണം, തുണി കഴുകിയെടുക്കണം. അതൊക്കെ പണിയാണ്, ഇല്ലെന്നല്ല. പക്ഷെങ്കിൽ ഇങ്ങനെ വയ്യാഴികയുള്ള സമയത്ത് ഇത് നന്നായിട്ട് യൂസ്ഫുള്ളാണ്. ഇതിപ്പോൾ മെഷീൻ തന്നെത്താനാണ് ഒരു ദൂരം ഫിക്സ് ചെയ്യുന്നത്. ഇത്ര ദൂരത്തിൽ അത് പോവും. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് തിരിച്ച് ഇപ്പുറത്തോട്ട് വരും. അത് കഴിഞ്ഞ് പിന്നെയും തിരിച്ച് ആ ഒരു ലൈൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ലൈനിലോട്ട് പോകത്തുള്ളൂ. അങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് വെറുതെ അറിയാത്ത എൻ്റെ കൂട്ടുകാർക്ക് വെറുതെ ഒരു അറിവ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് കാണിച്ചതേ ഉള്ളൂ. അല്ലാതെ വേറൊന്നും ഇല്ല കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇനി ഇതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് കമൻറ്റുകളൊന്നും ആരും പറയണ്ട. കാരണം എല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവത്തില്ലല്ലോ. അതുകൊണ്ട് ഇതിനെപ്പറ്റി ഞാൻ ഷെയർ ചെയ്തതേ ഉള്ളൂ കേട്ടോ. കണ്ടില്ലേ, എൻ്റെ ഫ്രണ്ടായിരുന്നു എൻ്റെ കൂട്ടുകാർ കണ്ടില്ലേ. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാത്രമേ ഞാൻ അതിനെ അങ്ങനെ വിടാറുള്ളൂ. പിന്നെ പറഞ്ഞാൽ ഞാൻ പറയുന്നത് പോലെ നമുക്ക് ഒരുപാടങ്ങ് നമ്മൾ വിചാരിക്കുന്ന രീതിയിലൊന്നും സംഭവം ഇതാവത്തില്ല. പക്ഷേ തൂത്തെടുക്കാനൊക്കെ ഡസ്റ്റൊക്കെ നന്നായിട്ട് എടുക്കും. അപ്പോൾ ഇന്ന് ഞാൻ തൂപ്പും തുടപ്പും കൂടെ ഒരുമിച്ചാണ് വിട്ടേക്കുന്നത്. ചില സമയത്ത് നമുക്ക് തുടയ്ക്കേണ്ട തൂത്താൽ മാത്രം മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാതെ അതിനകത്ത് നമ്മൾ ആ മോപ്പ് ചെയ്യുന്ന ഒരു തുണിയുണ്ട്. ആ തുണിയൊന്നും വെക്കാതിരുന്നാൽ മതി. അപ്പോൾ അത് തന്നെ തൂപ്പ് മാത്രം ഇത് ചെയ്തിട്ട് വരും. ഞാൻ ഇന്നിപ്പോൾ രണ്ടുകൂടെ ചേർത്താണ് വിട്ടേക്കുന്നത്. തൂപ്പും തുടപ്പും രണ്ടുകൂടെ ഒരുമിച്ച് അങ്ങ് തീരട്ടെന്ന് വിചാരിച്ചിട്ട് വെറുതെ എൻ്റെ കൂട്ടുകാർക്ക് കണ്ടിട്ടില്ലാത്തവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ കേട്ടോ. നമ്മൾ നീറ്റായിട്ട് നമ്മൾ കൈകൊണ്ട് സൈഡെല്ലാം തുടയ്ക്കുന്നത് അത്ര വൃത്തിയായിട്ടൊന്നും നീറ്റ് ആവത്തില്ല. അതൊക്കെ ഞാൻ അതിൻ്റെ കൂടെ പറഞ്ഞേക്കാം കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് പിന്നെ പറയരുത് ഇത് അങ്ങനെ ഇങ്ങനെയെന്നുള്ള ഇത് പറയണ്ട. എനിക്കും അറിയാം ഇതിൻ്റെ പരിമിതികളുണ്ട്. എന്നാൽ കൂടി നമുക്ക് ഇങ്ങനത്തുള്ള സാഹചര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇത് നല്ല ഉപകാരപ്രദമായ സംഭവം കേട്ടോ. അപ്പോൾ വെറുതെ എൻ്റെ കൂട്ടുകാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്തതാണ്. അപ്പോൾ അതവിടെ നിന്ന് ക്ലീൻ ചെയ്തിട്ട് വീടിനകത്തൊന്ന് വൃത്തിയായിട്ടൊന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് എടുക്കട്ടെ.
കാരണം ഇന്നും അത് വിട്ടില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തലവേദന ആയതുകൊണ്ട് എനിക്ക് തുടയ്ക്കാനേ പറ്റിയിട്ടില്ല. അപ്പോൾ ശരിയെന്ന് വിചാരിച്ചിട്ട് ഇന്ന് അതിനെ വിട്ടതാട്ടോ. പിന്നെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫയുടെ അടിയിലൊക്കെ കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് പോയി സ്ട്രക്ക് ആവും. അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. ഇതിനെ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് എങ്ങും പോയി ഇരിക്കാൻ പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് എവിടെ പോയി സ്ട്രക്ക് ആവുമെന്ന്, എവിടെ ഗ്യാപ്പ് ഉണ്ട്, ഗ്യാപ്പ് ഉള്ളിടത്തൊക്കെ പോയി സ്ട്രക്ക് ആവുക എടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് തുടയ്ക്കുന്ന നേരത്തിന് ഇതിന് സ്ഥലമെല്ലാം ഒഴിവാക്കി കൊടുക്കണം. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പം പറയാം എന്നാൽ അങ്ങനെയൊക്കെയുള്ള സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ തുടച്ചെടുത്താൽ മതിയല്ലോ എന്ന് പറയും. ശരി തന്നെയാണ്. പക്ഷേ ഈ വയ്യാഴികയൊക്കെയുള്ള സമയത്ത് അത് ഉപകാരപ്പെടും കേട്ടോ. അത് തുടയ്ക്കാൻ പോകേണ്ട സ്ഥലത്തുനിന്ന് ഞാൻ ചെയേഴ്സും എല്ലാം എടുത്ത് സൈഡിലോട്ട് മാറ്റി, അതുപോലെ തന്നെ എന്നുണ്ടെങ്കിൽ മാറ്റ് അതിനെല്ലാം എടുത്ത് മാറ്റി കൊടുത്തു. ഇത് പോകുന്നിടത്ത് എന്തെങ്കിലും തട്ടോ മുട്ടോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗമൊന്നും ഇത് ക്ലീൻ ചെയ്യത്തില്ല. ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ റോബോട്ടിൻ്റെ ചാർജ് കഴിഞ്ഞു, 20% ഉള്ളൂ. അത് കണ്ടോ, റെഡ് ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ടോ? എൻ്റെ കൂടെ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇനി അത് അതിൻ്റെ ചാർജറിനെ തേടുവാണ്. ഞാൻ ചാർജിങ്ങിനൊന്നും കൊടുത്തിട്ടില്ല. അതിൻ്റെ ചാർജ് കഴിഞ്ഞപ്പോഴത്തേന് അത് സ്വയമായിട്ട് അതിന് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചാർജറിനെ തേടി പോവുക. അപ്പോൾ അതിന് കറക്റ്റായിട്ട് അതിൻ്റെ ഡെസ്റ്റിനേഷൻ മനസ്സിലായി കേട്ടോ. കറക്റ്റായിട്ട് നോക്കിയാൽ അതിൻ്റെ ചാർജർ എവിടെയാണെന്ന് മനസ്സിലായി. കറക്റ്റായിട്ട് അത് അതിൻ്റെ ചാർജറിനെ തേടി പോവുക. ഇനി അത് ഫുള്ള് ചാർജ് ആയി കഴിയുമ്പം നമ്മൾ ഓഫ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സ്വയം തന്നെ ബാക്കി വന്നിട്ട് ക്ലീൻ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യും. ഇപ്പോൾ അതിന് ഫുള്ള് ചാർജ് ആവാൻ വേണ്ടിയിട്ടിരിക്കുക. അപ്പോൾ ഞാൻ ഈ വീഡിയോ എൻ്റെ ചെയ്യണം. അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ. ബൈ.